മഹാരാഷ്ട്രയിൽ ബന്ദ് ആഹ്വാനം പിൻവലിച്ചതിന് പിന്നാലെ വ്യാപക പ്രതിഷേധത്തിന് മഹാവികാസ് അഘാടി ബദ്ലാപൂരിൽ നഴ്സറി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ വായ് മൂടിക്കെട്ടിയുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാകേഷ്, വലിയ തോതിൽ ചർച്ചയായതാണ് നഴ്സറി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അതിക്രമം. അത് വലിയ തോതിൽ ബദ്ലാപൂരിൽ പ്രതിഷേധത്തെ ആളിക്കത്തിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? എൽദോ, താനയിലെ ബദ്ലാപൂരിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് 2 നഴ്സറി കുട്ടികളെയാണ്, 4 വയസ്സാണ് അവരുടെ പ്രായം, അവരെയാണ് ഇത്തരത്തിൽ ഈ നഴ്സറിയിലെ ശുചീകരണ തൊഴിലാളി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നു. ഇന്ന് മഹാരാഷ്ട്രയിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു മഹാവികാസ് അഘാടി. ഇതിനിടയിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ആ ബന്ദ് തടഞ്ഞത്. പക്ഷേ പ്രതിഷേധത്തിന് പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ മഹാവികാസ് അഘാടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വായ് മൂടിക്കൊട്ടിക്കൊണ്ട് കറുത്ത തുണികൾ അണിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടത്തും എന്ന് മഹാവികാസ് അഘാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലമാണ് മഹാരാഷ്ട്രയിൽ. അതുകൊണ്ട് തന്നെ ചില മുഖം രക്ഷിക്കൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം താനയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ വിവരം സർക്കാരിനെ അറിയിക്കാൻ വൈകി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്കൂളുകളിൽ CCTV സ്ഥാപിക്കുന്നതിൽ നടപടി എടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടപടി. അത്തരത്തിൽ നീക്കം സർക്കാരിന്റെ ഭാഗത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും പ്രതിഷേധം തുടരും. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മഹാവികാസ് അഘാടി. എൽദോ, റൈറ്റ്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മഹാരാഷ്ട്രയിൽ അവിടെ പ്രതിഷേധം തുടരുകയാണ്.